തള്ളകളും പിള്ളകളും തമ്മിൽ തർക്കങ്ങൾ പതിവനെ എന്ന് വെച്ച് തള്ളയെ പിടിച്ച് തള്ളണോടെ. ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. പക്ഷേ മൊട കണ്ട എടപെടുവണ്ണ. അത് തായൻ ബോസ്ക്ക് ഫിലോസഫി. ഒരു മൊട കണ്ട ലടി കണ്ട ലടപെടും. അയ്യോ കാര്യങ്ങൾ പറയുമ്പോ കൊട്ടിക്കളിച്ചാലോ. ദാസപ്പ തർക്കങ്ങൾ തീക്കാൻ വന്നവരെ തല്ലി പുറത്താക്കുന്നത് ശരിയാണ് അണ്ണ? വേണ്ട, തള്ളി പുറത്താക്കാം. പിടിച്ച് പുറത്തേക്ക് തള്ളടാ. പുറോട്ട് പോയാൽ വന്നോട്ട് തന്നെ എത്തുമെന്ന് തോന്നുന്നു. എന്തൊരു തള്ളാക്കാം. ഔ വക്കീലെത്തി, സമാധാനമായി. എന്തു പറ്റി? കുഴപ്പമല്ലോ? അങ്ങനൊന്നുമില്ല, വന്നിറങ്ങേണ്ട ഒരു പരിചയപ്പെടല്. അവരുടെയൊക്കെ സഹായം കൊണ്ട് അണ്ണന്റെ കൂളിംഗ് ഗ്ലാസ് എങ്ങനെയോ ഏണ് കയറിപ്പോയി. ദേ അവിടെ കിടന്ന് ആർന്ന കണ്ട രണ്ടെണ്ണം കറുത്തിട്ട്. ചെൽവം, എന്ത് പോക്കൃതരമാണ്ടോ താനീ കാണിച്ച്? ഈ മുറ്റത്ത് കയറി വരുന്നവനോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. അത് കയറി വരുന്നതിന്റെ വലിപ്പം അറിഞ്ഞിട്ട് മതി. ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? ബെല്ലാരി രാജ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാജരത്നമുള്ള സാറിന്റെ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും അവകാശം. വക്കീല് പുലിയാളെ കേട്ടാ. അപ്പൊ എങ്ങനെയാണ് വക്കീലെ കാര്യങ്ങളെ കിടപ്പുകള്? എവരെ കാരി എന്തരി എങ്ങനെ? ഇത് രാജരത്നമുള്ള സാറിന്റെ മകൻ രാജസെൽവം. തന്നെ യവൻ പുലിയാണ് കേട്ടാ. ഞാൻ പുലിയാണോ പോത്താണെന്നൊക്കെ അധികം വൈകാതെ തന്നെ നീ അറിയും. ഓ, പക്ഷെ ചെല്ല ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിന്റെ രണ്ടിന്റെ പുറയിൽ ഞാൻ നടക്കണ ഒരു സ്ഥാനമുണ്ട് കേട്ടാ. വാല് വാല്. എന്നിട്ട് പറവക്കില്ല. ഇത് മകൾ റാണിരത്ന. തന്നെ ഇത് മുത്തുലക്ഷ്മി അമ്മ, രാജരത്ന സാറിന്റെ. ഞാൻ വർഗീസ്, ഇവിടത്തെ കാര്യസ്ഥന. എന്നാ ഇനി കാര്യങ്ങളൊക്കെ കാര്യസ്ഥനോട് പറയാമല്ലേ? ചുമ്മാ വരി. ഈ പടകളൊക്കെ ഇവിടെ തന്നെ വെറുതെ. അമ്മ ഈ വീട്ടില, ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ. തള്ളെ പിന്നെ എന്തിനീ പുകലികൾ അത്രയും? വക്കീലേ, കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. വൈനാട് അങ്ങനെ തന്നെ നടക്കട്ടെ. അതാണ് വൈനോട്. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോണം. നിനക്ക് എങ്ങനെടേ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ? അത് ഒരു അടിക്ക് 75 രൂപ വാങ്ങണ. ആസ്പത്രി ചെലവെല്ലാം തനി. അത് ശരി. ഞങ്ങൾ ഇനി പൈസ ഒന്നും വാങ്ങൂല കേട്ടാ. കൊടുക്കുന്ന അത്തിരിയും ഫ്രീ. വർക്കിച്ചാ ഇപ്പോഴാണ് എല്ലാം ഓക്കെ ആയത്. ഈ വാളെടുത്താൻ വാളാലെന്ന് പറഞ്ഞ പോലെ കൂളിംഗ് ഗ്ലാസ് എടുത്താൽ കൂളിംഗ് ഗ്ലാസ്. അതെ, കിടന്നുറങ്ങുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന പറഞ്ഞു കേട്ടെ. ഇന്നലെ അവിടെ ചെന്ന് കേറിയപ്പോഴേ കൂളിംഗ് ഗ്ലാസ് കൊണ്ട് മാജിക് ഒക്കെ കാണിച്ചു. അതെ, നമ്മുടെ മുതലാളി പറഞ്ഞേൽപ്പിച്ച ആള് മാറിയോന്നാ എന്റെ സംശയം. അല്ലെങ്കിൽ ഈ കണ്ട സ്വത്തൊക്കെ ഇതേപോലെ വിവരദോഷ കയ്യിലേൽപ്പിക്കോ? പക്ഷെ വന്നത് ബെൻസിലാണെന്നാ കേട്ടെ. ഇപ്പോഴത്തെ കാലത്ത് വാടകയ്ക്ക് ബെൻസ് അല്ല റോൾസ് റോയ്സ് വരെ കിട്ടും. രാജരത്നം പിള്ള സാറ് മുട്ടുമടക്കി കൊടുത്ത് പിന്നെ ഒരു പോത്ത് കച്ചവടക്കാരൻ വന്നിട്ട് എന്ത് കോപ്പുണ്ടാക്കാനാ? അത് ശരിയാ. എക്സ്ക്യൂസ് മീ, ഞാൻ രാജു. ഞാൻ ദാസപ്പൻ. ഞങ്ങള് ബെല്ലാരി രാജയുടെ കൂടെ വന്നവരാ. എന്നിട്ട് അദ്ദേഹം എവിടെ? അദ്ദേഹം വരും. അതിനു മുമ്പ് ഈ സെറ്റപ്പിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ഈ ഇടത് ഭാഗത്തിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് വലത് ഭാഗത്തേക്ക് മാറിയിരിക്കണം. ഇതെന്ത് പരിഷ്കരണ? ഞങ്ങള് കാലാകാലങ്ങളായിട്ട് ഈ വട്ടമേശയ്ക്ക് ചുറ്റി വരുന്ന മീറ്റിംഗ് കൂടാറ്. അപ്പോഴല്ലേ മുഖാമുഖം കണ്ട് സംസാരിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ വരുന്ന മൂപ്പർക്ക് നിങ്ങളുടെ മുഖം കാണാൻ വേണ്ടിട്ടാ അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞത്. ഞാൻ മാറൂല. കളി നമ്മളോട്. കളച്ചുപോയി. റെഡി ബോയ്സ്, പ്ലീസ് കം ഓൺ. നമസ്കാരം. എന്തരാണല്ലേ പോത്തിയവാരി? എനിക്ക്
നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പൊട്ടന് ലാട്ടറി അടിച്ചെന്നക്ക ഇതത് തന്നെ കഥ ഉള്ള പറയാവില്ലേ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടാ ഇതുപോലെ കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസ് അല്ല സാറേ, കോൺഫറൻസ്. ഓ തന്നെ തന്നെ അണ്ണാ ഞാൻ ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല കേട്ടാ. വെറും 2ാം ക്ലാസ് മലയാളം അല്ലാതെ വേറൊന്നും നാവിൽ വരൂല്ല. എന്തൊരു ചെയ്യാൻ വിവരക്കേട് എന്നെ. വേറൊരു കാര്യമുണ്ട് കേട്ടാ, യവണ്ടല്ല യവ ഇങ്ങനെ ഇരിക്കണമെന്നും വിചാരിക്കണ്ട. നല്ല ഞെരിപ്പായിട്ട് ഇംഗ്ലീഷ് പറയും. MBBS ആണ്. MBBS അല്ല MBA. എന്തരേലും ആയിക്കൊണ്ട് പോട്ടടേ, പറയണ ഇംഗ്ലീഷ് തന്നെയല്ലേ. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അത് കോളാമ്പി അല്ല സാറേ, ആഷ്ട്രയ. വാ മനസ്സിലായി സാറേ. എന്നിപ്പോ ഇങ്ങനെ അങ്ങാട്ട് പാട്ട്. ഇനി ഇതുപോലത്തെ പരിപാടിക്ക് വരുമ്പോ അപ്പി വീട്ടിൽ നിന്നൊരു കോളാമ്പിയുടെ കൊണ്ടുവരി. എനിക്ക് മാത്രമല്ല കേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടെ വട്ടം കൂടി ഇരുന്ന് തുപ്പിക്കളിക്കും. എന്താണ് കറക്റ്റ് തന്നെ. വർക്കിച്ച എന്തേനു യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആ കർമ്മങ്ങൾ അങ്ങോട്ട് നടത്താം. ആ കല്ലിടല് കർമ്മേ, അതിന്റെ പേരിലാണ് ഈ തൊന്നര ഒത്തിരി ഉണ്ടായത്. അതുകൊണ്ട് എല്ലാരും കൂടെ എന്റെ കൂടെ നിന്ന് തരി. ബാക്കി കച്ചവടങ്ങളൊക്കെ ഞാൻ ഉറപ്പിക്കാം. എന്തായാലും വർക്കിച്ച അല്ലാതെ പിള്ള സാറിന്റെ ആഗ്രഹം നടത്താൻ ഞങ്ങൾ രാവും പകലും കൂടെ ഉണ്ടാവും. പക്ഷെ ആ പിള്ളേർ അടങ്ങിയേക്കും തോന്നുന്നുണ്ടോ? പിള്ളേർ അടങ്ങിക്കാത്തോണ്ടല്ലേ പിള്ള സാർ ഒടുങ്ങിയത്. ഉള്ളതല്ലേ വർഗീസണ്ണ? അതെ. ആ അപ്പൊ അത് വിടി ചീള് കേസുകള്. അപ്പൊ ഇന്നേക്ക് 4ാം ദിവസം കല്ലിടിയില്. പേരിലൊന്നും ഒരു മാറ്റവും ഇല്ല. നടത്തിപ്പവകാശവും ഉടമസ്ഥാവകാശവും എല്ലാം എനിക്ക് തന്നെ. പിന്നെ കല്ലിടില്ലേ അന്ന് വന്ന അയാള് വേണ്ട ഏട്ടാ. അയാള് വെറും പ്യാരിത്തൂറി. നമ്മക്ക് അമ്മ മതി ഏട്ടാ. അമ്മയാ? തമിഴ്നാട്ടിൽ ആരാണ് അമ്മ? ഓ തലേവി ജയലളിത. തള്ളേ തന്നെ. അണ്ണന് വയറിറച്ചും ബുദ്ധി തന്നെ ഏട്ടാ. അവരൊക്കെ ആകുമ്പോ കൂടെയില്ലേ പുലികളെ കാണും തോക്കുകളൊക്കെ ആയിട്ട്. അവർക്ക് തള്ളയൊന്നും നോട്ടയില്ല, പുള്ളയൊന്നും നോട്ടയില്ല. ഒന്ന് തുമ്മിയാ മതി അപ്പ വെക്കുമ്പടി ടക ടക ടകേന്ന്. എങ്ങനെ എന്റെ തല തല തല. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. രാവിട്ടാ ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ. അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്ന പോയി 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 പോയി. ആ ചെല്ലി ചെല്ലി ചെല്ലി. നീ വന്ന കേക്കട്ട്. എന്താ നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? കവാലെ കുട്ടി തെറിപ്പിച്ചോളെ. യവന്റെ വകുപ്പ് എന്തര്? ഫിനാൻസ് മാനേജറാ. എന്തൊരു മാനേജരെങ്കിലും ആയിക്കൊണ്ട് പോട്ട്. യവന് കൊടുക്കാനുള്ള കായെല്ലാം കൊടുത്ത് അവനെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് കെട്ടിയിട്ടിക്കണം. അവന്റെ ഒരു മൂവിയില്